ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കവാസാക്കി ഡിസീസാണ്. അപ്പം കവാസാക്കി ഡിസീസ് എന്ന് പറയുന്നത് ഒരു സിൻഡ്രോമാണ്. സിൻഡ്രോം എന്ന് പറയുമ്പം പല പല സ്ഥലങ്ങൾ ഫീവർ ഉണ്ടായിരിക്കും, പിന്നെ മ്യൂക്കോക്യൂട്ടേനിയസ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ പല പല സൈറ്റിൽ വരുന്ന ഒരു സിൻഡ്രോം ഓഫ് കണ്ടീഷനാണ് കവാസാക്കി ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ലെസ് ദാൻ 5 ഇയേഴ്സിലുള്ള പിള്ളേരിലാണ് 80% ഓഫ് കവാസാക്കി ഡിസീസും ലെസ് ദാൻ 5 ഇയേഴ്സിലുള്ള പിള്ളേരിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ പത്തോഫിസിയോളജിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വാസ്കുലൈറ്റിസ് ആണ്, അതായത് നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ഓഫ് മീഡിയം സൈസ് മസ്കുലർ ആർട്ടറീസ്. ലൈക്ക് ഇപ്പോൾ കൊറോണറി ആർട്ടറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ കൊറോണറി എന്യൂറിസം, ഡയലറ്റേഷൻ, സ്റ്റീനോസിസ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവാസാക്കി ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രീം എന്ന് പറയുന്ന ഒരു ഇതിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ക്രീം എന്ന് പറയുമ്പം C ഫോർ കൺജങ്ക്റ്റൈവൽ ഇഞ്ചക്ഷൻ, അതായത് കൺജങ്ക്റ്റൈവൽ കണ്ണ് ചുവന്നിരിക്കുമായിരിക്കും, 2 കണ്ണും ഇതേപോലെ ചുവന്നിരിക്കുമായിരിക്കും, പക്ഷേ കണ്ണിൽ കൂടെ ഡിസ്ചാർജ് ഒന്നും വരില്ല, നോൺ പ്യൂറിലൻ്റ് ആയിരിക്കും. അപ്പം നമുക്കിതിന് കൺജങ്ക്റ്റിവൈറ്റിസ് എന്നും പറയാൻ പറ്റത്തില്ല. അപ്പം കൊച്ചിന് ഫീവർ ഉണ്ട്, കണ്ണ് ചുമന്നിരിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റാഷ് ഉണ്ടായിരിക്കും, പോളിമോർഫസ് നോൺ വെസിക്കുലർ. അപ്പം ചിക്കൻ ബോക്സ് അല്ലാന്ന് നമുക്കിങ്ങനെ മനസ്സിലാവും, കാരണം ചിക്കൻ ബോക്സിലൊക്കെ ഇങ്ങനെ വെസിക്കുലർ ആയിട്ടുള്ള റാഷ് വരും, പക്ഷേ ഇതിനകത്ത് പോളിമോർഫസ് ആണെങ്കിലും നോൺ വെസിക്കുലർ റാഷ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ എന്ന് പറയുമ്പം നമുക്ക് 2 സംഭവങ്ങളുണ്ട്. ഒന്നുകിൽ കൊച്ചിന് എഡീമ വരാം, അല്ലെങ്കിൽ എറിത്തീമ ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ്. പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും പെരിയങ്കിൾ ഡീസ്കോമേഷൻ, അതായത് ഈ നഖത്തിൻ്റെയൊക്കെ അവിടെ ഉള്ള സ്കിന്ന് ഇളകി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ എർത്തിമ ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനെ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. കാരണം ഈ മ്യൂക്കസ് ഓഫ് ഫാരിങ്സിലൊക്കെ ഇതിന് ലീഷൻസ് വരും. അപ്പോൾ നമ്മൾ HFMD ആണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് ആയിരിക്കില്ല, ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ടല്ലോ. ചിലപ്പോൾ ഇത് കവാസാക്കി ഡിസീസും ആവാം. അപ്പം എരിത്തീമ ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ് വരാം. പിന്നെ അഡിനോപ്പതി, സർവൈക്കൽ അഡിനോപ്പതി വരാം. അത് യൂഷ്വലി ഈ കവാസാക്കി ഡിസീസിൽ വരുന്നതെന്ന് വെച്ചാൽ യൂണിലാറ്ററലാണ്. അതും അറ്റ്ലീസ്റ്റ് ഒരു നോഡെങ്കിലും കാണും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1.5 സെൻറ്റിമീറ്റർ. പിന്നെ ഈ എന്ന് പറയുമ്പം മ്യൂക്കോസ എഫക്റ്റഡ് ആവും. അതായത് ഈ ഫാരിങ്സിൻ്റെ മ്യൂക്കോസ, ലിപ്സിൻ്റെ മ്യൂക്കോസയൊക്കെ റെഡിഷ് കളറിലായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് ഈ സ്ട്രോബെറി ടങ് എന്ന് പറയുന്നത് കവാസാക്കി ഡിസീസിലാണ് വരുന്നത് എന്നുള്ളത് എപ്പോൾ ചോദിച്ചാലും പറയുന്നത്. സ്ട്രോബെറി ടങ് സീൻ ഇൻ കവാസാക്കി ഡിസീസ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ഈ ക്രീം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് എല്ലാം ഒറ്റയടിക്ക് ഒരു കൊച്ചിൽ കാണണമെന്നില്ല. ചിലപ്പോൾ ഫീവർ വിത്ത് കണ്ണിൽ ചുവന്നിരിക്കുക, ഫീവർ വിത്ത് റാഷ്, ഫീവർ വിത്ത് കയ്യിൽ അവിടെയൊക്കെ കുരുപ്പ്, ഫീവർ വിത്ത് മ്യൂക്കോസയിൽ മാത്രം കുരുപ്പ്, ഫീവർ വിത്ത് അഡിനോപ്പതി, അങ്ങനെയൊക്കെ ആയിരിക്കും. പലതായിട്ടാണ് ഈ കൊച്ചിന് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ സീക്വൻഷ്യലി ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത് വന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു, അങ്ങനെ സീക്വൻഷ്യലി ഈ സംഭവങ്ങളെല്ലാം വരാം. പിന്നെ ഒരു ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും. പിന്നെ കൊച്ച് എക്സ്ട്രീംലി ഇറിറ്റബിൾ ആയിരിക്കും. ഇതേപോലെ ഹൈ ഗ്രേഡ് ഫീവർ വന്ന് എക്സ്ട്രീംലി ഇറിറ്റബിൾ ആയിട്ടുള്ള പിള്ളേരെ കാണുമ്പോൾ നമുക്ക് കവാസാക്കി ഡിസീസ് സസ്പെക്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ പെരിയേനൽ ഡിസ്കോമേഷൻ, ആ പെരിയേനൽ റീജിയനിലും ഇതേപോലെ സ്കിൻ ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ചാൽ റിയാക്ടിവേഷൻ ഓഫ് BCD സ്കാർ. അപ്പം അതും ചോദിക്കുമ്പം ഏതെങ്കിലും ഒരു കൊച്ചിന് റിയാക്ടിവേഷൻ ഓഫ് BCD സ്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണ് പൂട്ടി പറയുക ഇറ്റ് ഇസ് കവാസാക്കി ഡിസീസ്. പിന്നെ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആർത്രൈറ്റിസ് ഉണ്ട്, നോഡ്യൂൾസ് പോലുള്ള ലീഷൻസ് ഉണ്ട്, അപ്പം ഇത് മറ്റേ റുമാറ്റിക് ഫീവർ ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ അടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ കവാസാക്കി ഡിസീസിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഗോൾ ബ്ലാഡറിൻ്റെ ഹൈഡ്രോപ്സാണ്. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു USG സ്കാൻ കൊണ്ട് തന്നിട്ട് ഇപ്പം ഗോൾ ബ്ലാഡറിൽ ഹൈഡ്രോപ്സ് ഉണ്ടെന്ന് കാണുവാണ്, പിന്നെ ഈ മേൽപ്പറഞ്ഞ ഫീച്ചേഴ്സും എല്ലാം കാണുവാണെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് കവാസാക്കി ഡിസീസ്. പിന്നെ URE എന്ന് പറയുമ്പോൾ സ്റ്റെറൈൽ പയ്യൂറിയ, അതായത് ബാക്ടീരിയ ഇല്ല പക്ഷേ പസൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഭവമാണെങ്കിൽ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈ സാധനത്തിലൊക്കെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 5 ഡേയ്സിൽ കൂടുതൽ ഫീവർ ഉണ്ട്, ബട്ട് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനോടൊന്നും റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിലും വി ക്യാൻ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദിസ് കവാസാക്കി ഡിസീസ്. BREയിൽ നോക്കുമ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായിട്ടായിരിക്കും കാണുന്നത്, ട്രോംബോസൈറ്റോസിസ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് വീക്കൊക്കെ എത്തുമ്പോഴത്തേക്കിനും ഈ കയ്യിൽ പെരി അങ്കിൾ പീലിംഗ് ഉണ്ടാവും, നഖത്തിൻ്റെ ആ സൈഡിലൊക്കെ ഉള്ള സ്കിന്നെ ഇളകി തുടങ്ങും. അതുപോലെ തന്നെ നഖത്തിൽ ഒരുമാതിരി ഹൊറിസോണ്ടൽ ലൈൻസ് വന്നു തുടങ്ങും, വിച്ച് ഇസ് നോൺ ആസ് ബോവ ലൈൻസ്. ആൻഡ് ഇത് ഈ കൺവാലസൻ ഫേസ്, അതായത് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കിനുമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് അല്ല, നമ്മൾ IV ഇമ്മ്യൂണോഗ്ലോബുലിൻ വേണം കൊടുക്കാൻ. അതിൻ്റെ ഡോസ് പഠിച്ചു കൊടുക്കുക, 2 gram per kilogram, IVIG 2 gram per kilogram. ഇത് മാത്രമല്ല ത്രോംബോസൈറ്റോസിസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ആ പ്ലേറ്റ്ലെറ്റിൻ്റെ ആക്ടിവേഷൻ കുറയ്ക്കണം, എന്നാലേ ഈ ഒരു ഈ ക്യൂട്ടേനിയസ് ലീഷൻസും ഇതേപോലെ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ആക്ഷൻ കൂടുന്നത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറത്തുള്ളൂ. അപ്പം ആസ്പിരിനാണ് നമ്മൾ കൊടുക്കുന്നത്, 30 to 50 milligram per kilogram നമ്മൾ ഫസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം ടിൽ ദ ഫീവർ സബ്സൈഡ്സ്. അത് കഴിഞ്ഞിട്ട് 4 to 6 weeks നമ്മൾ ഈ ആസ്പിരിൻ തന്നെ 3 to 5 milligram per kilogram per day ഡോസിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം കവാസാക്കി ഡിസീസിനെ പറ്റി ഇത്രയൊക്കെ മതിയായിരിക്കും ഒരു എക്സാമിന് തള്ളാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.